ഇപ്പോൾ ശ്രീ ടി.ആർ. അജയൻ നമ്മളോട് കൂടി ചേരുകയാണ്. ഞങ്ങളുടെ കുടുംബാംഗമാണ്, ഞങ്ങളുടെ ഡയറക്ടറാണ്. അതുകൊണ്ട് ആ ഒരു സന്തോഷവും സ്നേഹത്തോടും കൂടിയാണ് നിൽക്കുന്നത്. സാർ, ഇത്തരത്തിലൊരു പരിപാടി സർക്കാർ ആസൂത്രണം ചെയ്യുന്നു, ആളുകളോട് സംസാരിക്കുന്നു, അവരെ കേൾക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തീർച്ചയായും ഇത് സാംസ്കാരിക രംഗത്ത് ഒരു പുതിയ മുഖം സൃഷ്ടിക്കാനുള്ള സർക്കാരിൻ്റെ പരിശ്രമങ്ങളുടെ തുടക്കം തന്നെയാണ് ശരിക്കും. സാംസ്കാരിക രംഗത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം സർക്കാർ അറിയണമെന്നില്ല. അത് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് നിരന്തരമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും വിളിച്ചു വരുത്തി, ഏകദേശം 2500 പേരെ ഇവിടെ വിളിച്ചു വരുത്തുന്നുണ്ട്. എല്ലാ മേഖലയിലുള്ള ആളുകളുമുണ്ട്. അവരുമായിട്ട് എങ്ങനെ സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ മേഖലയിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്താൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത്. പക്ഷേ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെയൊരു. അതെ, ആദ്യമായിട്ടാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ. നമ്മുടെ നിരവധി പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ളതുപോലെയുള്ള വിധത്തിൽ സാംസ്കാരിക രംഗത്തുള്ള ഇടപെടൽ അനിവാര്യമായ ഒരു കാലത്ത് ഇത് വളരെ ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും മേഖലയിലുള്ള എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി അവരിൽ നിന്ന് പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് തുടർന്നുള്ള ഇടപെടലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളത്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഈ രാജ്യത്ത് തന്നെ നടക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരൊക്കെ വരുന്നത് ഒരു ഉറപ്പുണ്ട്. അതായത് ഈ സർക്കാരിൻ്റെ മുന്നിൽ ഒരു നിർദ്ദേശം വച്ചാൽ അത് സ്വീകരിക്കപ്പെടും, അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നൊരു വലിയ പ്രതീക്ഷയോടെയാണ് അവർ വരുന്നത്. അതിനെങ്ങനെയാണ് കാരണം? തീർച്ചയായിട്ടും. കാരണം നമുക്ക് കാര്യങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച ആളുകളാണ്. കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ടുള്ള നമ്മുടെ റിലീഫ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ നിരന്തരമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ പ്രശ്നങ്ങളിലും ഒരു നാഥനുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ്, ആ കരുതലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കരുതൽ ഉണ്ടാവുമെന്നുള്ളത് കൊണ്ടാണ് പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പും.